ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ജില്ലയിൽ കടുവ സാന്നിധ്യം സംശയിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ കൂടി വനം വകുപ്പിന്റെ പ്രത്യേക സംഘം പരിശോധന തുടരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. 38ാമത് ചിത്രാഞ്ജലി നഴ്സറി കലോത്സവം ഫെബ്രുവരി 1-2 തീയതികളിൽ. സർക്കാർ സംസ്ഥാനത്തിന്റെ അന്നം മുട്ടിക്കുകയാണെന്നാരോപിച്ച് പയ്യാനക്കൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രതിഷേധം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ ഭീതി വിതച്ച കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെങ്കിലും ജില്ലയിൽ കടുവ സാന്നിധ്യം സംശയിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ വനം വകുപ്പ് പ്രത്യേക സംഘം 2 ദിവസം കൂടി പരിശോധന തുടരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ചത്തതാണെങ്കിലും കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വളരെ ആത്മാർത്ഥമായ ശ്രമത്തെ, റിസ്ക് എടുത്തുകൊണ്ടുള്ള ശ്രമത്തെ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളോട് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല. വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ 3-4 കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ഒരു ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ്. എനിക്ക് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാര്യത്തിലും 100% പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കരുത്, ഒരു കാര്യത്തിലും. എന്നാൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രവർത്തനത്തിൽ ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടോ? ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കുകയും ഭരണകൂടം അത് തിരുത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ വിക്രം മൈതാനിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രൗഢഗംഭീരമായാണ് 76ാമത് റിപ്പബ്ലിക് ദിനം ജില്ലയിൽ ആഘോഷിച്ചത്. രാവിലെ 8:50 പോലീസ് അകമ്പടിയോടെ മൈതാനിയിലെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിനെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ജില്ലാ പോലീസ് മേധാവി ടി നാരായണനും കോഴിക്കോട് ജില്ലാ റൂറൽ പോലീസ് മേധാവി കെ ഇ ബൈജുവും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പ്രത്യേക വേദിയിൽ രാവിലെ 9-ന് മന്ത്രി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സമത്വം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്നും ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാനും നിരാകരിക്കാനുമുള്ള ഏത് ശ്രമവും നമ്മളെ പിന്നോട്ടടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ നാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തുടർന്ന് തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച് മന്ത്രി പരേഡ് പരിശോധിച്ച് 28 പ്ലാറ്റൂണുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഫറൂഖ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി എസ് ശ്രീജിത്തും ജില്ലാ പോലീസ് ആസ്ഥാനത്തെ RSI കെ സുജിത് കുമാറും പരേഡിന് നേതൃത്വം നൽകി. പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൗട്ട്, ഗൈഡ്സ്, റെഡ് ക്രോസ്,
സ്കൂൾ ബാൻഡ് അടക്കമുള്ള പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. അഭിവാദ്യം ചെയ്യുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. സീനിയർ അണ്ടർ ഓഫീസർ ആകാശ് എൻ നയിക്കുന്ന NCC ബോയ്സ് സീനിയർ ഡിവിഷൻ ആർമി വിംഗ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. സർ അനാമിക KP നയിക്കുന്ന NCC ഗേൾസ് സീനിയർ ഡിവിഷൻ ആർമി വിംഗ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. നയിക്കുന്ന NCC ബോയ്സ് ആൻഡ് ഗേൾസ് സീനിയർ ഡിവിഷൻ നേവൽ വിംഗ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. മേയർ ബീന ഫിലിപ്പ്, MLA-മാരായ തോട്ടത്തിലെ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, സബ് കളക്ടർ ഹർഷിൽ ആർ മീണ, ADM C മുഹമ്മദ് റഫീഖ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്നിഹിതരായി. പരേഡിൽ സേനാ വിഭാഗത്തിൽ കോഴിക്കോട് സിറ്റി ആസ്ഥാനത്തെ RSI T കോയ നേതൃത്വം നൽകിയ പ്ലാറ്റൂൺ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുട്ടികളുടെ വിഭാഗത്തിൽ SPC ഗേൾസ് കോഴിക്കോട് റൂറൽ നന്മണ്ട HSS-ലെ M തന്മയ നയിച്ച പ്ലാറ്റൂൺ 1ാം സ്ഥാനവും നേടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 38ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവം ഫെബ്രുവരി 1-2 തീയതികളിൽ നടക്കും. കോഴിക്കോട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിലെ ഗീതാഞ്ജലി, രാഗാഞ്ജലി, പുഷ്പാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളിൽ നടക്കുന്ന മത്സരങ്ങൾ മുൻ ചാമ്പ്യൻ നക്ഷത്ര MM ഉദ്ഘാടനം ചെയ്യും. MT വാസുദേവൻ നായർ ഞങ്ങളുടെ ചീഫ് പാറ്റേൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം സ്മരണാർത്ഥമാണ് ഇത്തവണ ഞങ്ങളുടെ ആ നഗരിക്ക് MT നഗർ എന്ന പേര് നൽകിയിട്ടുള്ളത്. ഇത് 38ാമത്തെ തവണയാണ് ചിത്രാഞ്ജലി നഴ്സറി കലോത്സവം നടത്തുന്നത്. ചിത്രാഞ്ജലി നഴ്സറി കലോത്സവത്തിൽ ആദ്യ ദിവസമായ ഫെബ്രുവരി 1-ന് സോളോ ഡാൻസ്, സ്റ്റോറി ടെല്ലിംഗ്, ആക്ഷൻ സോങ്, ഗ്രൂപ്പ് സോങ്, ഗ്രൂപ്പ് ഡാൻസ്, റെസിറ്റേഷൻ, മോണോ ആക്ട് എന്നീ ഇനങ്ങളിലും 2ാം ദിവസമായ ഫെബ്രുവരി 2-ന് സിനിമാറ്റിക് ഡാൻസ്, ഒപ്പന, ഫാൻസി ഡ്രഗ്സ്, ആക്ഷൻ സോങ്, ലൈറ്റ് മ്യൂസിക്, ഗ്രൂപ്പ് സോങ്, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്ന സ്കൂളിന് ചിത്രാഞ്ജലി എവർ റോളിംഗ് ട്രോഫിയും വ്യക്തിഗത ചാമ്പ്യൻ ട്രോഫിയും, PV മാധവിസ്വാമി എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും, PV ഗംഗാധരൻ എവർ റോളിംഗ് ട്രോഫി, KK സുകുമാരൻ എവർ റോളിംഗ് ട്രോഫി, കാമിനി സുകുമാരൻ എവർ റോളിംഗ് ട്രോഫിയും, P കൃഷ്ണൻ എവർ റോളിംഗ് ട്രോഫിയും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും പാരിതോഷികങ്ങളും നൽകും. മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള നഴ്സറി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രത്തോടെ ജനുവരി 30 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9855234333 എന്ന നമ്പറിലും ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ P രാധാകൃഷ്ണൻ, KA നൌഷാദ്, K ത്രിദീപ് കുമാർ, TC ബസന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തിന്റെ അന്നം മുട്ടിക്കുന്ന സർക്കാരിനെതിരെ കപ്പ വിതരണം നടത്തി പ്രതിഷേധം. പയ്യാനക്കൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് റേഷൻ കടയ്ക്ക് മുന്നിൽ കപ്പ വിതരണം ചെയ്തത്. സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചതോടെ ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന തരത്തിൽ വിഷയം പരിഹരിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ റേഷൻ കടയ്ക്ക് മുന്നിൽ കപ്പ വിതരണം നടത്തി പ്രതിഷേധം സംഘടിപ്പിച്ച് പയ്യാനക്കൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി. വിതരണക്കാർ സമരം പ്രഖ്യാപിച്ച് 22 ദിവസം കഴിഞ്ഞിട്ടില്ല. വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്താനൊരുങ്ങുന്ന വ്യാപാരികളുമായുള്ള ചർച്ചയും പരിഹാരം കണ്ടില്ല. സർക്കാരിന്റെ പിടിവാശിക്ക് പുറത്താണ് കാര്യങ്ങൾ ഇത്ര വഷളായിട്ടുള്ളത്. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധം സംഗമത്തിൽ റേഷൻ കടയിൽ വന്ന സ്ത്രീകളടക്കം പ്രതിഷേധ സൂചകമായി സംഘടിപ്പിച്ച കപ്പ വിതരണത്തിൽ പങ്കെടുത്തു. ഇവിടുത്തെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. കാരണം സാധാരണക്കാർ അവരുടെ നിത്യജീവിതത്തിൽ അങ്ങേയറ്റം ആശ്രയിക്കുന്ന പൊതുവിതരണ സംവിധാനം, ആ പൊതുവിതരണ സംവിധാനത്തെ, റേഷൻ സംവിധാനത്തെ മുച്ചൂടും തകർക്കുന്ന സർക്കാരിന്റെ നിലപാടിനെതിരായി അതിശക്തമായ സമരം വരും ദിവസങ്ങളിൽ യൂത്ത് ലീഗ് കേരളത്തില് ഇതിൽ ഏറ്റവും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷംസുവിനെയും മദനി ഉൾപ്പെടുന്ന ഈ കമ്മിറ്റിയെ ഞാൻ വളരെ ഹൃദയപൂർവ്വം മേഖലാ ലീഗ് പ്രസിഡന്റ് PV ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV അവറാൻ, M മുഹമ്മദ് മദനി, CH യൂനസ്, K അബ്ദുൽ അസീസ്, PK കോയ,
PP അഷ്റഫ്, K ജലീൽ, PP അബ്ദുമോൻ, MP നാസർ, MP സാജിദ് റഹ്മാൻ, PK നസീർ, NV സുൽഫിക്കർ, KP ഹാരിസ്, VP സൈഫുന്നിസ, T ജൈസദ്, ഖദീജ കപ്പയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗവും വിതരണവും വർദ്ധിക്കുകയും സൈബർ ക്രൈമുകൾ കൂടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങി SSF. അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ പ്രക്ഷോഭങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ അസുഖത്തിനും ഒരു എറ്റിയോളജി, ഒരു കാരണം ഉണ്ടാവും. ഇത്തരം സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറുകളുടെ എറ്റിയോളജി എന്ന് പറയുന്നത് സോഷ്യലാണ് എന്നുള്ളതാണ്. സോഷ്യലായ സാമൂഹികമായ ഒരു കാരണമുള്ള ഒരു അസുഖം, ആ അസുഖം ഡോക്ടർ ചികിത്സിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ഫിസിക്കലോ മെന്റലോ ആയിട്ടുള്ള ലക്ഷണങ്ങളെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് ഒരു ഡയഗ്നോസിലെത്തി ചികിത്സിക്കേണ്ടി വരുന്നത് പലപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ്. അപ്പോൾ ഇതാണ് അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു സാമൂഹിക പ്രശ്നമാണ് ഇത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 10,000 ഗ്രാമങ്ങളിൽ നടത്തുന്ന പ്രക്ഷോഭത്തെരുവിൽ 3 ലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലെ അധികൃതർക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ പൗരാവകാശ രേഖ സമർപ്പിക്കും. രക്ഷകർത്താക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങി പ്രാദേശിക നേതൃത്വം മുതലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സ്നേഹ സംവാദ സദസ്സുകൾ നടത്തും. മത രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രതിനിധികൾ പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 1 സംസ്ഥാനത്തെ ജില്ലാ പോലീസ് മേധാവികളുടെ കാര്യാലയങ്ങൾക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മാർച്ചും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ SSF കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ, സെക്രട്ടറി മുഹമ്മദ് അനസ്, മുഹമ്മദ് ബാസിം നൂറാനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയ ബാലികാ ദിനം ആചരിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ. ദിനാചരണത്തിന്റെ ഭാഗമായി അവൾക്കായി എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി നടപ്പിലാക്കി. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നടന്നു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന ശാഖയുടെ വനിതാ വിഭാഗം ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലുടനീളം 40-ൽ പരം സ്കൂളുകളിൽ അവൾക്കായി എന്ന പേരിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് അപ്പെക്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ വനിതാ വിഭാഗമായ വിമയുമായി സഹകരിച്ചാണ് കോഴിക്കോട്ട് പരിപാടി സംഘടിപ്പിച്ചത്. പെൺകുട്ടികൾക്ക് അവരുടെ കൗമാരത്തിലുണ്ടാകുന്ന ശാരീരിക വ്യതിയാനങ്ങളും അവയെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചും അതോടൊപ്പം ഈയൊരു പ്രായം മുതലേ വ്യക്തി ശുചിത്വത്തിന്റെയും ദന്ത സംരക്ഷണത്തിന്റെയും ആവശ്യകതയും പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ പെൺകുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്ലാറ്റോ പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ PN അജിത ചടങ്ങിൽ മുഖ്യാതിഥിയായി. സംസ്ഥാന വനിതാ വിഭാഗം ചെയർപേഴ്സൺ ഡോക്ടർ ഷാനി ജോർജ്, IMA വനിതാ വിഭാഗം സെക്രട്ടറി ഡോക്ടർ പ്രത്യുഷ, കുട്ടികളുടെ ദന്തരോഗ വിദഗ്ധ അഹല്യ രാധാകൃഷ്ണൻ എന്നിവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മലബാർ ശാഖയുടെ പ്രസിഡന്റ് ഡോക്ടർ നവജീവ് രാജ്, സെക്രട്ടറി ഡോക്ടർ സമീര ജിനാഥ്, അപ്പെക്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു സേതു ശിവശങ്കർ, റെഡ് FM RJ മനു, നന്ദന ഐനിക്കൽ, ഡോക്ടർ രതിദേവി TP, ഡോക്ടർ ആതിര MP എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മഹാത്മാ സാംസ്കാരിക വേദി പെരുമണ്ണ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ഭരണഘടനാ സംരക്ഷണ ദിനമായി ആഘോഷിച്ചു.
KPCC നിർവാഹക സമിതി അംഗം പി മൊയ്തീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ മഠം അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ KPCC നിർവാഹക സമിതി അംഗം പി മൊയ്തീൻ മാസ്റ്റർ പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ സാംസ്കാരിക വേദി ചെയർമാൻ നസീം പെരുമണ്ണ അധ്യക്ഷത വഹിച്ചു. മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA പ്രഭാകരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് NV ബാലൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രഭാവതി MK, DKTF ജില്ലാ സെക്രട്ടറി ഗൗരി ശങ്കർ, ഗ്രാമപഞ്ചായത്ത് അംഗം KP രാജൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TT സുബ്രഹ്മണ്യൻ, പെരുമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ PN രാധാകൃഷ്ണൻ, C മുസ്തഫ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ രാജീവ് KP, രാഗേഷ് ചമ്മടത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് എരഞ്ഞിക്കൽ കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. എരഞ്ഞിക്കൽ കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ദീപ മനോജ് ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് ദിജീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് KA ജയചന്ദ്രൻ, സെക്രട്ടറി K പ്രേമചന്ദ്രൻ, ട്രഷറർ A ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശശിധരൻ കലാകായിക മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. Second prize Devdash P. നിഷ സന്തോഷ്, സ്വപ്ന പ്രതീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കല്ലായി ഓടക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം സമാപിച്ചു. പ്രത്യേക പൂജകളും തിറ വെള്ളാട്ട് ചടങ്ങുകളും നടന്നു. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത്. കല്ലായി ശ്രീ ഓടക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറ താലപ്പൊലി മഹോത്സവം ക്ഷേത്രം കാർമ്മികൻ മോഹൻദാസ് സ്വാമിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിപ്പും മഞ്ഞ താലപ്പൊലിയും പഞ്ചവാദ്യം ശിങ്കാരിമേളം എന്നിവയും ഉണ്ടായിരുന്നു. പിന്നീട് വിവിധ തിറകൾക്ക് ശേഷം രാത്രി 8 മണിക്ക് വാഴയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെ അകമ്പടിയോടെ തിരിയൊഴിച്ചിൽ, ഭദ്രകാളി നൃത്തം തുടങ്ങിയവ അരങ്ങേറി. മൂന്ന് ദിവസത്തെ ഉത്സവത്തിന് 2 ദിവസം രാത്രിയും ഉച്ചയ്ക്കും വിഭവ സമൃദ്ധമായ അന്നദാനം ഓടക്കാളി ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ചരിത്രപ്രസിദ്ധമായ കല്ലായ്പുഴയുടെ തീരത്തുള്ള കീഴാർമഠം പറമ്പിലെ ഓടക്കാളി ഭഗവതി ക്ഷേത്രത്തിൽ ജാതിമത ഭേദ വ്യത്യാസമില്ലാതെ ആർക്കും നാളികേരമുടച്ച് പ്രശ്ന പരിഹാരങ്ങളും വിവിധ പൂജകളും നടത്താം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കുട്ടികളിലെ പരീക്ഷ പേടി അകറ്റാൻ കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. സ്വരലയം റെസിഡൻസ് അസോസിയേഷനാണ് അംഗങ്ങളിലെ കുട്ടികൾക്കായി ക്ലാസ് നടത്തിയത്. ഡോക്ടർ അമാർ അബ്ദുള്ള നേതൃത്വം നൽകി. സ്വരലയം റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളിലെ കുട്ടികൾക്ക് പരീക്ഷാ പേടി അകറ്റാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രസ്തുത ക്ലാസ്സിൽ ഡോക്ടർ രതിബ കെ, ഡോക്ടർ സുജിത്രാജ് PV, ഡോക്ടർ അമ്മാർ അബ്ദുള്ള KP എന്നിവർ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാമെന്നും പരീക്ഷാ സമയത്ത് കുട്ടികൾ പാലിക്കേണ്ട ഭക്ഷണ ക്രമീകരണത്തെപ്പറ്റിയും രക്ഷിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തെപ്പറ്റിയും വിശദമായ ക്ലാസ് എടുത്തു. അപ്പോൾ ഒരു പരീക്ഷയുടെ മുന്നൊക്കെ ആയിട്ട് പഞ്ചസാരയുടെ അളവ് അത്രയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മുടെ മെമ്മറിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഓർമ്മശക്തിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ഭയങ്കര ഡ്രൗസി ആവും, ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണം, ഈ പറഞ്ഞ ബിരിയാണി പോലത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് തന്നെ ഭയങ്കര ഡ്രൗസി ആവും. അപ്പം ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക. പ്രസിഡന്റ് സുനിൽ കുമാർ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീജ KK സ്വാഗതവും ഇല്യാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സംഗമം ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. കലാസംവിധായകൻ മുരളി ബേപ്പൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സംഗമം ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. സിനിമാ കലാ സംവിധായകൻ മുരളി ബേപ്പൂർ ഉദ്ഘാടനം ചെയ്ത സംഗമത്തിൽ തിരക്കഥാകൃത്ത് ഫൈസൽ അബ്ദുള്ള സിനിമാ നിർമ്മാണത്തിന്റെ സാങ്കേതിക വശങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മലയാളത്തിലെയും ലോക സാഹിത്യത്തിലെയും പ്രശസ്ത പുസ്തകങ്ങളുടെയും പ്രദർശനവും പുസ്തക പരിചയവും നടത്തി. ലൈബ്രറി പ്രസിഡന്റ് M രാജഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P അനിൽകുമാർ, P ജയചന്ദ്രൻ, KP സുരേന്ദ്രനാഥ്, PP ഉമ്മർ, PN പ്രകാശൻ, T മുരളീധരൻ, അമീഷ ഷെയ്ഖ എന്നിവർ സംസാരിച്ചു. മുരളി ബേപ്പൂർ സംവിധാനം നിർവഹിച്ച ഹ്രസ്വചിത്രം അടുത്തേക്ക് സംഗമത്തിൽ പ്രദർശിപ്പിച്ചു. +1 വിദ്യാർത്ഥിയായ ആർദ്ര S മേലത്ത് തയ്യാറാക്കിയ ബേപ്പൂരിന്റെ പ്രാദേശിക ചരിത്രം ചടങ്ങിൽ വെച്ച് പ്രകാശനം നടത്തി. MG ശശികുമാർ സ്വാഗതവും NSS കോർഡിനേറ്റർ PT നസീമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കരുവശ്ശേരി കുന്നപ്പള്ളി ഏരിയ റെസിഡൻസ് അസോസിയേഷൻ 18ാം വാർഷികം ആഘോഷിച്ചു. ചലച്ചിത്ര താരം ജയരാജ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും അരങ്ങേറി. കരുവശ്ശേരി കുന്നപ്പള്ളി ഏരിയ റെസിഡൻസ് അസോസിയേഷൻ 18ാം വാർഷികാഘോഷം വർണ്ണാഭമായ പരിപാടികളോടുകൂടി നടന്നു. പ്രശസ്ത ചലച്ചിത്ര താരം ജയരാജ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ബൈജു C അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി KP പ്രമോദ്, ഷാജി മേലെടത്ത്, സുരേന്ദ്രൻ K, ഗീതാ ശ്രീധരൻ, റംസീന ജൈസൽ എന്നിവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും വായ്പാട്ട് നാട്യസംഘം കോഴിക്കോട് അവതരിപ്പിച്ച വാമൊഴിയാട്ടം, നാടൻ പാട്ടും കലാരൂപങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ജില്ലയിൽ കടുവ സാന്നിധ്യം സംശയിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ കൂടി വനം വകുപ്പിന്റെ പ്രത്യേക സംഘം പരിശോധന തുടരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുപ്പത്തിയെട്ടാമത് ചിത്രാഞ്ജലി നഴ്സറി കലോത്സവം ഫെബ്രുവരി 1, 2 തീയതികളിൽ. സർക്കാർ സംസ്ഥാനത്തിന്റെ അന്നം മുട്ടിക്കുകയാണെന്നാരോപിച്ച് പയ്യാനക്കൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.